ഹായ് ഹലോ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലെമൺ പിക്കിളിൻ്റെ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും ഒരു എപ്പിസോഡും ജസ്റ്റ് എൻ്റെ ഒരു മേക്ക് ഓവർ, അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു എപ്പിസോഡും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ മസാലയിലേക്ക് ഞാൻ നാരങ്ങകൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാൻ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം ടൈം നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ അതിനകത്ത് എടുക്കാൻ മറന്നുപോയി. നമ്മുടെ കടുകും ഉലുവയും കരിയാപ്പിലയും പൊടിച്ചതും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ അന്നേരം വിട്ടുപോയി ആഡ് ചെയ്യാൻ. ഞാൻ പിന്നീട് ആണ് അത് ആഡ് ചെയ്തത്. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കുക. അപ്പം ഞാൻ പറയുകയാണ്, അതും കൂടി ആഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ അകത്ത്. എൻ്റെ പാത്രത്തിൽ സത്യം പറഞ്ഞ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടിപ്പോയി. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നാരങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. ഞാൻ 1 by 1 ആയിട്ട് എല്ലാം ഒന്ന് പതുക്കെയാണ് ഇളക്കുന്ന. പാത്രം കുറച്ച് ചെറുതായി പോയതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഇളക്കുന്നത്. നിങ്ങളിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ. ഇതൊരു കൈക്കണക്കിൻ്റെ അളവിലാണ് ഞാൻ എല്ലാം ചേർക്കുന്നത്. എരിവ് നോക്കി ടെക്സ്ചറൊക്കെ നോക്കിയിട്ടാണ്. ഇതിപ്പോൾ ഒരു ഗ്രേവി ഒന്നും ഇല്ലാത്ത പരുവത്തിലായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി വേണമെന്നാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. പകരം കുറച്ച് സെസമി ഓയിലും കൂടെ ഒഴിക്കുക. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഉപ്പം കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു എരിവോ അന്ന് ബാലൻസ് ചെയ്ത് എണ്ണ ചൂടാക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോസ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലുണ്ട്, മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ഇനി ലാസ്റ്റ് ഒരു എപ്പിസോഡുണ്ട്, ജസ്റ്റ് അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തേക്കുന്നത്, എന്തെങ്കിലും ടിപ്പുകളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് എന്തൊക്കെ വീഡിയോസാണ് കാണേണ്ടത് എന്നൊക്കെ ഒന്ന് പറയണേ.